ചികിത്സ ജായിസ് ആകണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്നുകിൽ അത് ഷർഈയായ ചികിത്സയായിരിക്കണം, ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടതായിരിക്കണം. പിന്നെ അതിന് വേറെ തെളിവും അതിന്റെ എഫക്റ്റും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന് വേറെ എഫക്റ്റ് നോക്കട്ടെ, ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ട കാര്യമാണ്, അതങ്ങനെ ചെയ്താൽ മതി, അതിന് ഷിഫ ഉണ്ടാകും, വിശ്വസിച്ചാൽ മതി, ചെയ്താൽ മതി. അതല്ല എങ്കിൽ അതിന് കൃത്യമായ തജ്രിബ വേണം, കാര്യകാരണ ബന്ധം വേണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ബന്ധം വേണം. അതല്ലാതെ ഒരു കാര്യകാരണ ബന്ധമില്ല, അതിങ്ങനെ ഒരുപാട് തജ്രിബയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു ചികിത്സ അത് ശരിയാവില്ല. നാളെ ഒരാൾ നിങ്ങളോട് വന്ന് പറയാണ്, നിങ്ങൾക്ക് ക്യാൻസർ മാറണമെങ്കിൽ ഒരു കല്ല് ഞാൻ തരാം, ആ കല്ല് നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ മതി, പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഇവിടെ ഒരു ബാൻഡ് വെച്ചിട്ട് കെട്ടിയാൽ മതി, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം മാറും, നിങ്ങൾ വേറെ ഒരു പരിപാടിക്കും പോകണ്ട, റേഡിയേഷനും പോകണ്ട, ഇന്ന പരിപാടിക്കും പോകണം, ഒന്നും പോകണ്ട, ഇങ്ങനെ ഒരു കല്ലുണ്ട്, ഈ കല്ലുകൊണ്ട് ഇതിങ്ങനെ കെട്ടിയാൽ മതി, ഇത് വളരെ ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാം. സഹോദരങ്ങളെ, ഈ കല്ല് അത് എങ്ങനെയാണ് ഈ ശരീരത്തിലുള്ള ഈ ചെയ്യേണ്ട ഒരു റേഡിയേഷൻ കൊണ്ട് ചെയ്യേണ്ട പ്രക്രിയ കല്ല് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനൊരു പകരം നിൽക്കുന്നതായ യാതൊരു കാര്യം, ഒരു കാര്യകാരണ ബന്ധമില്ല അതിന് പകരമായി നിൽക്കുന്നതിന്. ഇങ്ങനെ ചെയ്ത് രോഗം മാറുന്നതായിട്ട് യാതൊരു രേഖയുമില്ല. പക്ഷേ ഇയാൾ കണ്ടുപിടിക്കാം, പുതുതായിട്ട് ഒരാൾ കണ്ടുപിടിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുമോ റേഡിയേഷനൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ ഇതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് ചില ആളുകൾ സാധുക്കൾ എന്ത് ചെയ്യുന്ന പിന്നെ അങ്ങനെ ചെയ്യാം, ഈ കല്ലിങ്ങനെ കെട്ടാം. ഇത് ഷിർക്കിൻ്റെ ഒരു രൂപമാണത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതേപോലെ പല നിലക്കും ആളുകൾ പലതും കെട്ടിക്കൊണ്ടും പലതും ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാം. ഇതിന് യാതൊരു നിലക്ക് ഖുർആനിലും ഹദീസിലും എന്തായാലും തെളിവില്ല, നമുക്കറിയാം, പുതിയ ചികിത്സാ രീതിയാണ്. പക്ഷേ അതിന് യാതൊരു തജ്രിബയോ അതിനൊരു കാര്യകാരണ ബന്ധമോ ഒന്നുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഒരു ചികിത്സയായിട്ട് മാറുക? ഇതൊരു ഉദാഹരണമാണ്. ചികിത്സ ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതിന് പലപ്പോഴും സംഭവിക്കുന്ന ഷിർക്കുൻ അസ്ഗറാണ്. ഒരാൾ ചിലപ്പോൾ ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളുന്നില്ല, ഏലസുർക്കൊക്കെ കിട്ടുന്ന ഒരാളുടെ പോലെയാണ്. അതിന് തന്നെ സ്വന്തമായി എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരാൾ ദീനിൽ പുറത്തുള്ളൂ, അല്ലെങ്കിൽ ഷിർക്കുൻ അസ്ഗറാണ്. അതേപോലെ പല നിലക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാരഫലങ്ങളൊക്കെ മറ്റും നോക്കുന്ന ആളുകൾ കാണാൻ പറ്റും. നമ്മൾ വെറുതെ നോക്കുകയാണ്, തൗഹീദിന്റെ ഭാഗമാണ്. ഭാവി അറിയുക, ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരാൾക്ക് ഗൈബ് അറിയാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് നിന്റെ ഭാവി പറയുക, നിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ കാര്യങ്ങൾ പറയുക, നിന്റെ ജോലി ശരിയാകുമോ, അല്ലേ? നമുക്ക് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ വരും. ആളുകൾ വീഡിയോകൾ കാണുമ്പോൾ, തൗഹീദിന്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പരസ്യം വരും. നിങ്ങൾ എന്നത് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ആളുകൾക്ക് പലർക്കും ഇന്നലെ ജ്യോത്സ്യത്തെക്കുറിച്ച് വിശ്വാസമില്ല. അങ്ങനെയായിരുന്നു, ഞാനും പണ്ട് അങ്ങനെയായിരുന്നു, എനിക്കിപ്പോൾ വിശ്വാസമായി. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കേണ്ട, ഒന്നും നിങ്ങളൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ ഒന്ന് ഏതാ നക്ഷത്രം നോക്കി ഒന്ന് എൻ്റർ ചെയ്താൽ മതി, ഇതൊക്കെ അവർ പറയും. അപ്പോൾ വിചാരിക്കാം വെറുതെ അല്ലേ ഒരു നക്ഷത്രം ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിനെ കൊണ്ട് ഇപ്പോൾ എന്താ ഉള്ളത്, എൻ്റെ ഇന്നതാണ്, എൻ്റെ ഹൊറിസോൺ എൻ്റെ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നോക്കും. അപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ പറയും. അപ്പോൾ നമുക്ക് ഇത് ചെറിയ കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ ശരിയാണ്. കാരണം ഇതിൽ എന്തുണ്ട്, ഇതിൽ ഒരു പൈശാചികതയുണ്ട്, പിന്നെ ഒരുപാട് നൂറുകണക്കിന് കളവുകളുണ്ട്. ഇനി ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഭാവി പറയുന്ന ഒരാളുടെ അടുക്കലേക്ക് പോയാൽ തന്നെ ഇതിൻ്റെ കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ഇതിന് ശേഷം വരാൻ പോകുന്ന 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായി. 40 നിസ്കാരം അല്ലാഹ് സ്വീകരിക്കുക. നിസ്കരിക്കൽ നിനക്ക് നിർബന്ധ ബാധ്യതയാണ്, പക്ഷെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഇത് ഇവൻ അറിയുന്നില്ല. ഇത് തൗഹീദിനെ പൊളിച്ചു കളയുന്ന ഭാഗത്തിൽപ്പെട്ടതാണ്. ഗൈബ് മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കും, നിന്റെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കും. ഇതൊക്കെ സഹോദരങ്ങൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. ഇങ്ങനെ ഷിർക്കിന്റെ പല മുഖങ്ങളും പല രീതിയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പലതും പെട്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.